മറ്റ് വന്യവൈദികർ, വളരെയേറെ കാര്യങ്ങൾ ഈ ദിവസങ്ങളായിട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നുണ്ട്. ഈ ചുരുങ്ങിയ സമയത്ത് 2-3 കാര്യങ്ങളാണ് പറയുവാനുള്ളത്. ഒന്നാമതായി, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമസ്കാരവും വിശുദ്ധ കുർബാനയും കൂദാശകളും അനുഷ്ഠിക്കുമ്പോൾ ഒരു ദൈവ സാന്നിധ്യ ബോധത്തോടു കൂടി അത് അനുഷ്ഠിക്കുവാനായിട്ടിടയാകും. അതല്ലാതെ പലപ്പോഴും കാണുന്ന ആ ഒരു ദുഃഖം കൊണ്ടാണിത് പറയുന്നത്. യഥാർത്ഥമായ ഒരു ദൈവസാന്നിധ്യ ബോധത്തോടുകൂടി ഈ കാര്യങ്ങൾ അനുഷ്ഠിച്ച ചിലരുടെയൊക്കെ പേരുകൾ മനസ്സിലുണ്ട്. എൻ്റെ ചെറുപ്രായത്തിൽ ഞാനൊരു പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായിരുന്നപ്പോഴാണ് പരിശുദ്ധ ബെസേലിയോസ് ഗീവർഗീസ് ദ്വിതീയം ബാവ തിരുമേനി കാലം ചെയ്തത്. അപ്പോൾ ചെറുപ്രായത്തിൽ കണ്ട കാര്യവും അതിനുശേഷം പരിശുദ്ധ മാത്യൂസ് ദ്വിതീയം ബാവ തിരുമേനി ആ പരിശുദ്ധ പിതാവിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഇത്രയേറെ ദൈവസാന്നിധ്യ ബോധത്തോടുകൂടി നമസ്കാരവും കുർബാനയും ഉദാശ അനുഷ്ഠാനങ്ങളും അദ്ദേഹം നടത്തി. നമ്മൾ ഓരോരുത്തരും ആ ഒരു കാര്യത്തിലേക്ക് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് ചിലരെക്കുറിച്ചൊക്കെ കേൾക്കുന്നത് ത്രോണോസിൻ്റെ ഇടതു ഭാഗത്ത് കംപ്ലൈൻറ്റ് കിട്ടിയത് തന്നെയാണ് പറയുന്നത്. ഇടതു ഭാഗത്ത് മൊബൈലിരിക്കുന്നു, വിശുദ്ധ കുർബാന അർപ്പിക്കുക. ഒരു വന്യനായ കോറപ്പിസ്കോപ്പ ഞാൻ കുർബാന അനുഷ്ഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രാർത്ഥന ചൊല്ലുകയാണ്. എൻ്റെ ഇടതുവശത്ത് നിന്ന് ടെലിഫോൺ വിളിച്ചു. ഞാൻ ശ്രദ്ധയോടെ അവിടേക്ക് തിരിഞ്ഞപ്പോൾ നേരെ കിഴക്കുവശത്ത് മധുവായിൽ ത്രോണോസിൻ്റെ കിഴക്കുവശത്ത് പോയി അവിടെ നിന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് ശക്തമായ താക്കീത് നൽകി. നമ്മൾ പലരെക്കുറിച്ചും പറയാം. അതുപോലെ തന്നെ വിശുദ്ധ ഏവങ്കേലിയം വായിക്കുമ്പോഴും അങ്ങനെയുള്ള അവസരത്തിലൊക്കെ ശുശ്രൂഷക്കാർ മണി കിലുക്കുന്നതിന് പുറമേ മൊബൈലിലെ മണി കിലുക്കേണ്ട ആവശ്യമില്ല. അത് ബലഹീനരായ ഞങ്ങൾ ചിലരെയൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ പറയുന്നത്, നിങ്ങളെ മാത്രമല്ല പറയുന്നത്. ആരും പ്രത്യേകിച്ച് സന്തോഷിക്കുകയും വേണ്ട, ദുഃഖിക്കുകയും വേണ്ട. കാരണം അതൊരു സ്ഥിതിവിശേഷമായിരിക്കുക. അപ്പം ദൈവ സാന്നിധ്യ ബോധത്തോടുകൂടി നമ്മൾ ഈ ആരാധനകൾ അർപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് സമ്മേളനം കൂടിയിട്ടും കാര്യമില്ല. രണ്ടാമത്തെ കാര്യം സാമ്പത്തിക വിഷയങ്ങളാണ്. സാമ്പത്തിക വിഷയങ്ങൾ നമ്മൾ ഈ കഷ്ടാനുഭവിച്ചൊക്കെ വരുമ്പം യഹൂദ പുരോഹിതന്മാരെക്കുറിച്ചോ അവരെക്കുറിച്ച് ഏറെ ശപിക്കുകയും പറയുകയും ചെയ്യാറുണ്ട്. അവരുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത വിശുദ്ധ വേദകത്ത് പുസ്തകത്തിൽ കാണുന്നു. യൂദാ 30 വെള്ളിക്കാശ് കൊണ്ടുപോയി ദൈവാലയത്തിൽ എറിഞ്ഞു. അവരുടെ മനസ്സിലെ ചിന്ത എന്താണ്? ഇത് രക്തത്തിൻ്റെ വിലയാകിയാൽ ഭണ്ഡാരത്തിലിടുന്നത് വിഹിതമല്ല. അവരത് ഭണ്ഡാരത്തിലിട്ടില്ല, അത് കൊടുത്ത് കൊശവൻ്റെ നിലം വാങ്ങിച്ച് വിശദമായ ഒരു കാര്യവും പറയണ്ട. ഇന്നാണെങ്കിൽ എടാ അതൊരു രസീത് എഴുതി നമുക്ക് ഇന്ന പ്രോജക്റ്റിന് കൊടുക്കാം എന്ന് പറയും. അപ്പോൾ ആ ഒരു ചിന്ത നമ്മളുടെ മനസ്സിലുണ്ടാകണം. മറ്റൊന്ന്, ഈ കൈമുത്ത് കൊണ്ടായി മെത്രാച്ചന്മാരൊക്കെ ഇപ്പോൾ കഴിയുന്നത്. മെത്രാച്ചന്മാർ കൈമുത്ത് വാങ്ങിക്കുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയാം, ഇവരുടെ ആരുടെ അനുഭവം എനിക്കറിയത്തില്ല. സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയാം, എല്ലാ കാശും കൊടുത്തിട്ട് മരുന്ന് വാങ്ങിച്ചാൽ അത് ശരിയാകത്തില്ല. മരുന്ന് വാങ്ങിക്കാവുന്ന കൈമുത്തുണ്ട്, അല്ലാത്ത കൈമുത്തുകൾ വല്ലതും എടുത്ത് മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി വീണ്ടും ചെലവാക്കേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട വൈദികർ ഇതിനെക്കുറിച്ച് ഓർക്കണം. വന്യരായ വൈദികർ ഓർക്കേണ്ട മറ്റൊരു കാര്യം, മെത്രാച്ചന്മാരിലാരും ആ കൂട്ടത്തിലുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇൻഷുറൻസിൻ്റെ ഏജൻസി. ഇൻഷുറൻസിൻ്റെ ഏജൻസായിട്ടല്ല വന്യരായ നിങ്ങളെ ആരെയാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചില സ്ഥാപനങ്ങളുടെ പിരിവുകാർ, ആ സ്ഥാപനങ്ങൾ പിരിവ് കൊടുക്കുമ്പോൾ ഒരു 5000 രൂപ പിരിച്ചു കൊടുത്താൽ അവർ ഏറ്റവും കുറഞ്ഞ ഒരു 500 രൂപയെങ്കിലും കൊടുക്കും. ഇങ്ങനെ ഉള്ള പിരിവുകാരായിട്ടും വന്യരായ വൈദികരാകും ആരും ആകരുത്. ഈ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള
ശരിയായൊരു പ്രതിബദ്ധത നമുക്കുണ്ടാകണം. അച്ഛൻ്റെ കാശ് വേറെ, പള്ളിയുടെ കാശ് വേറെ, പൊതുവിൻ്റെ കാശ് വേറെ. ഇത് പ്രത്യേകം സൂക്ഷിക്കുവാനുള്ള ചുമതലയില്ലാത്തതുകൊണ്ട് പലപ്പോഴും മെത്രാസനത്തിൻ്റെ ചുമതലയിൽ പലപ്പോഴും പ്രയാസങ്ങൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒന്നും വിശദീകരിക്കുന്നില്ല. വിശദീകരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരെയൊക്കെ വിരൽ ചൂണ്ടും. അതുകൊണ്ടൊന്നും വിശദീകരിക്കില്ല. ആ ഒരു കാര്യം വന്യരായ വൈദികർ ഓർക്കണം. മൂന്നാമതായിട്ടുള്ളത് സമയബോധമാണ്. കൃത്യസമയത്ത് തുടങ്ങുകയും കൃത്യസമയത്ത് അവസാനിപ്പിക്കുകയും ചെയ്യണം. അത് പലർക്കുമില്ല. എവിടെയാണ് ഏത് സമയത്താണ് തുടങ്ങേണ്ടത്? ആ സമയത്തിന് അല്പം മുമ്പ് എത്തണ്ടേ? ഞായറാഴ്ച വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ളിടത്ത് ഞായറാഴ്ച അതിരാവിലെ പോകാതെ തലേ ദിവസമേ അവിടെ പോയി സന്ധ്യാനമസ്കാരം തുടങ്ങി ബാക്കിയുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളതെന്നുള്ള കാര്യവും വന്യരായ വൈദികരോടും ഓർപ്പിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ, പല കാര്യങ്ങളുണ്ട്, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊന്ന് വരുത്തണം. ഒന്ന്, ദൈവ സാന്നിധ്യ ബോധത്തോടു കൂടിയുള്ള അനുഷ്ഠാനങ്ങൾ, കുർബാന എല്ലാ അനുഷ്ഠാനങ്ങളും. രണ്ടാമത്, സാമ്പത്തിക കാര്യങ്ങളുള്ള കൃത്യത, അതില്ലാത്ത പലരെയും കാണാറുണ്ട്. മൂന്നാമതായി, സമയബോധം ഇല്ലാത്തത്. നാലാമതായി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ചരമപ്രസംഗങ്ങളെ കുറിച്ചാണ് പറയാനുള്ളത്. എന്തിനാണോ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? ഒരിക്കലും ഒരു നുറുങ്ങ് വായിക്കുകയുണ്ടായി. മരിച്ചു കിടക്കുന്ന ഭർത്താവിൻ്റെ തലയ്ക്കൽ ആളുടെ ഭാര്യയും മകളും ഇരിക്കുന്നു. കരഞ്ഞുകൊണ്ടിരുന്ന ഭാര്യ മോളോട് ചോദിക്കുന്നു, മോളെ, നമ്മുടെ അപ്പച്ചൻ തന്നെയാണോ ഈ മരിച്ചു കിടക്കുന്നത്? ആ പ്രസംഗം കേട്ടിട്ടാണ് പ്രിയപ്പെട്ട വന്യരായ വൈദികരെ, പല സ്ഥലത്തും ഞാൻ കേൾക്കുന്നുണ്ട്. പല പള്ളികളിലും ശവസംസ്കാരത്തിനൊക്കെ പോകുമ്പോഴേ ലോകത്തിലില്ലാത്ത എല്ലാ ഗുണഗണങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. എന്തിനാണോ ഇങ്ങനെ പറയുന്നത്? ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണെന്ന് എനിക്കിത് ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ആശംസയൊന്നും അല്ലല്ലോ ഇത്, എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.